നമസ്കാരം. എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത ആഴ്ച നമ്മുടെ സെറ്റ് എക്സാം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു ദിവസം വന്നെത്തുകയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പുതിയ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള ഒരു സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരാഴ്ച ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പുതിയ കാര്യങ്ങൾ ഇനി നമ്മൾ എത്ര തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അത് ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടിയെന്ന് വരില്ല. നേരെ മറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം ഇനി ഈ ഒരു ആഴ്ച നിങ്ങളുടെ പഠനത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പുതിയ ഭാഗങ്ങൾ പഠിക്കാനില്ലാത്തത് കൊണ്ട് എന്നല്ല, നമുക്കതിനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇനി പുതിയതായിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെറിയ ഒരു റിവിഷൻ പോലെ, നമുക്ക് മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പറയില്ല, ഒരു റാപ്പിഡ് റിവിഷൻ പോലെ നമുക്ക് ഓരോ ഭാഗങ്ങളും ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ സാറാ ജോസഫിനെ കുറിച്ചൊന്ന് പറയാം. ഈ രീതി പറയുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓരോ ആ കൃതികളുടെ പേരും അത് എഴുതിയ ആളും മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കഥാപാത്രങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള പുരസ്കാരങ്ങൾ, അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു രീതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തേത് പറയുന്നത് ആലാഹയുടെ പെൺമക്കളാണ്. 1991 ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കോക്കാഞ്ചിറയാണ്. പലപ്പോഴും നമുക്ക് ഇതുപോലെ പശ്ചാത്തലങ്ങൾ, കഥയുടെ അല്ലെങ്കിൽ നോവലിൻ്റെ പശ്ചാത്തലങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. ആതിരാണിപ്പാടം, അതുപോലെ തന്നെ ഗൂഡല്ലൂരിൻ്റെ കഥാകാരൻ അല്ലേ, മയ്യഴിയുടെ കഥാകാരൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഓരോ കഥകളും നടക്കുന്ന ആ സ്ഥലങ്ങളെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. ഇനി ആലാഹയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയുടെ പ്രമേയം എന്താണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇങ്ങനെ ഒരു കൃതി മാത്രമല്ല, നമ്മൾക്ക് ഏതൊക്കെ കൃതിയാണോ പഠിക്കാനുള്ളത് അതിൻ്റെ എല്ലാം പ്രമേയങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളാണ് ആനി, അമ്മമ്മ, കൊച്ചുറോത്, കുട്ടിപ്പാപ്പൻ, വെള്ളിയമ്മ, ചെരിച്ചി അമ്മായി, ചിന്നമ്മ, ചീയമ്മ തുടങ്ങിയവരൊക്കെ. ഓക്കെ, അപ്പോൾ ആനി എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊച്ചു പെൺകുട്ടിയുടെ ജീവിത കഥയാണ് എന്തിൽ പറയുന്നത്, ഈ ആലാഹയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൃതിയിൽ പറയുന്നത്. ഇനി സാറാ ജോസഫിൻ്റെ തന്നെ മറ്റൊരു കൃതിയാണ് ഒതപ്പ് എന്ന് പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മാർഗലീത്ത, റോയ് ഫ്രാൻസിസ് കരേക്കൻ, അഗസ്റ്റിൻ, ജോൺ, സാറക്കൊച്ചമ്മ, റബേക്ക തുടങ്ങിയവരാണ്. ഇനി അടുത്തൊരു കൃതി ആദി എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയാണ്. ദിനകരൻ, പൊന്മണി, സിദ്ധു, കുമാരൻ, ബാജി, കായൽ, ഗീതാഞ്ജലി, കുഞ്ഞിമാധവ്, നൂർ മുഹമ്മദ്, മാർക്കോസ്, ശൈലജ, ചന്ദ്രമോഹൻ, അബു, പ്രകാശൻ തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇതുകൂടാതെ ഇനിയും കൃതികളുണ്ട്. മാറ്റാത്തി, ബുദ്ധിനി പോലെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളുണ്ട്. ഇനി സാറാ ജോസഫിന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ട പുരസ്കാരങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓരോ ചെറുകഥാകൃത്തായാലും നോവലായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം പഠിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സൈബർ നോവലുകൾ നോക്കാം. മേതിൽ രാധാകൃഷ്ണൻ്റെ നോവലാണ് സൂര്യവംശം. നൃത്തം, എം മുകുന്ദൻ അല്ലേ. നൃത്തമാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്നത്. നൃത്തമാണ്. ദിശ, CV ബാലകൃഷ്ണൻ. ബഹുവചനം, N പ്രഭാകരൻ. അടയാളങ്ങൾ, സേതു. കിളിമൊഴികൾക്കപ്പുറം, സേതു. പ്രണയത്തിനൊരു സോഫ്റ്റ്വെയർ, E ഹരികുമാർ. 2048 കിലോമീറ്റർ, സുരേഷ് P തോമസ്. ജലരേഖകളാൽ ഭ്രംശിക്കപ്പെട്ട്, K അജിത് കുമാർ. അത് പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് സൈബർ നോവലുകളാണ്. ഇനി നമുക്ക് കുറച്ച് ചെറുകഥകൾ കൂടി നോക്കാം. ചെറുകഥകൾ, സൈബർ ചെറുകഥകൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. കമ്പ്യൂട്ടർ ഇന്ത്യയിൽ, പട്ടത്തുവിള കരുണാകരൻ. വെബ്സൈറ്റ്, ചന്ദ്രമതി. വൈറസ്, P സുരേന്ദ്രൻ. ഇര, ധന്യാരാജ്. സൈബർ പാർക്ക്, N രാജൻ. ടിങ്കുവിൻ്റെ TV, ഡോക്ടർ K ശ്രീകുമാർ. ഇത്തവണ രാധ, പ്രിയ AS. വിദൂരം, KP സുധീര. അപ്പോൾ നമ്മൾ നോവലുകളും പറഞ്ഞു, അതുപോലെ തന്നെ ചെറുകഥകളും പറഞ്ഞു. രണ്ടും സൈബർ കഥകൾ അല്ലെങ്കിൽ സൈബർ നോവലുകളാണ്. അപ്പോൾ നമുക്ക് അതിൽ കഥ ഏതാണ്, അതുപോലെ തന്നെ നോവൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും അതിനെ എന്തുകൊണ്ട് അത് കൂട്ടത്തിൽ പെടുന്നില്ല എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയണം. അതിന് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം.
ഓക്കെ, ഇനി ഇതുപോലെ സൈബർ കഥകൾ അല്ലെങ്കിൽ സൈബർ നോവലുകൾ എന്നതുപോലെ തന്നെ പാരിസ്ഥിതിക നോവൽ, പാരിസ്ഥിതിക ചെറുകഥകൾ, ദളിത് നോവൽ, ദളിത് ചെറുകഥകൾ, അങ്ങനെയുള്ള വിഭാഗങ്ങൾ നമ്മുടെ മലയാള സാഹിത്യത്തിലുണ്ട്. അപ്പോൾ അത്തരം സാഹിത്യ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കൃതികൾ കൂടി നിങ്ങളൊന്ന് നോക്കിപ്പോവുക. ഇനി നമ്മൾ ഗദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് മാധ്യമ പഠനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ഇതിൽ നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഗദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് ഈ മാധ്യമ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്കറിയാം മാധ്യമ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യകാല മാസികകൾ, പത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മാധ്യമ പഠനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ രാജ്യസമാചാരം, അതുപോലെ തന്നെ പശ്ചിമതാരക, പശ്ചിമോദയം, അങ്ങനെ കുറച്ച് പത്രങ്ങൾ, സന്ധിഷ്ടവാദി, കേരളമിത്രം, അങ്ങനെ കുറച്ച് പത്രങ്ങൾ, അതുപോലെ തന്നെ മാസികകൾ, നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ കവിതകളൊക്കെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഓരോ മാസികയിലായിരിക്കും അല്ലേ. രസികരഞ്ജിനി, മിതവാദി, അതുപോലെ തന്നെ വിദ്യാവിനോദിനി, വിദ്യാവിലാസിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മാസികകളും നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരിച്ച മാസിക രസിക രത്നമാണ് ഈ ഒരു മാസിക. ഓക്കെ, ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരിച്ച മാസികയാണ് രസികരത്നം. ഇതേ പേരിൽ നമുക്കൊരു കുറച്ച് സാമ്യമുള്ളൊരു പേരാണ് രസികരഞ്ജിനി അല്ലേ. അപ്പോൾ ഉണ്ണുനീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച മാസികയാണ് രസികരഞ്ജിനി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പൂർണ്ണമായും പദ്യരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള മാസികയാണ് കവന കൗമുദി. പൂർണ്ണമായും പദ്യരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള മാസികയാണ് കവന കൗമുദി. ഇനി നമ്മൾ പറയുന്നത് ഭാഷാപോഷിണി അല്ലേ. മലയാളത്തിലെ മിക്ക കൃതികൾ, പ്രധാനപ്പെട്ടിട്ടുള്ള പല കൃതികളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൊരു മാസികയാണ് ഭാഷാപോഷിണി എന്ന് പറയുന്നത്. അപ്പോൾ കവിസമാജം സാഹിത്യസഭയുടെ പ്രസിദ്ധീകരണമാണ് ഭാഷാപോഷിണി. കവിസമാജം സാഹിത്യസഭയുടെ പ്രസിദ്ധീകരണമാണ് ഭാഷാപോഷിണി. ഇങ്ങനെ ഓരോ സാഹിത്യ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അതിൻ്റെയൊക്കെ ഇതുപോലത്തെ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ പഠിക്കണം. പൊലി, കേളി പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനത്തിൻ്റെ ഇതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഉദയവർമ്മൻ തമ്പുരാൻ്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച മാസികയാണ് കവനോദയം. ഉദയവർമ്മ തമ്പുരാൻ്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച മാസികയാണ് കവനോദയം. ഇനി അടുത്തത് എ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പുറത്തു വന്നിരുന്ന മാസികയാണ് അക്ഷരം. എ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പുറത്തു വന്നിരുന്ന മാസികയാണ് അക്ഷരം. സ്വാതന്ത്ര്യ സമരകാലത്ത് പൗരധ്വനി എന്ന പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് KM ചാക്കോ. സ്വാതന്ത്ര്യ സമരകാലത്ത് പൗരധ്വനി എന്ന പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് KM ചാക്കോ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള മാസികകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള പത്രങ്ങൾ, ആദ്യകാല പത്രങ്ങൾ, ആ പത്രത്തിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള മാസികകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ പത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ. ഓക്കെ, ഇപ്പോൾ മലയാള മനോരമയാണെങ്കിൽ കണ്ടത്ത് വർഗീസ് മാപ്പിളയെ പോലെയുള്ള ആളുകൾ, ആ പത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ മാസികകളിൽ വന്നിട്ടുള്ള പ്രധാന കൃതികൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള കവികൾ അല്ലെങ്കിൽ എഴുത്തുകാരാരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ദൃശ്യകല സാഹിത്യ പഠനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിലെ ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആട്ടക്കഥ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആട്ടക്കഥയുടെ പേര്, അതിലെ എഴുത്തുകാർ, അതിൻ്റെ എഴുത്തുകാർ, അവരുടെ മറ്റ് കൃതികൾ, അതുപോലെ തന്നെ അതിലെ പദങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മൾ കോട്ടയം തമ്പുരാൻ്റെത് മാത്രമാണ് ഇവിടെ ഒന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കോട്ടയം തമ്പുരാൻ അല്ലാത്ത നമ്മുടെ ഇരയിമ്മൻ തമ്പി, ഉണ്ണായി വാര്യർ, അതുപോലെ തന്നെ വി കൃഷ്ണൻ തമ്പി, അങ്ങനെയുള്ള കരീന്ദ്രൻ തമ്പുരാൻ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാ കൃതികളും അതിൽ പറഞ്ഞിട്ടുള്ള പദങ്ങൾ, അതിലെ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കോട്ടയം തമ്പുരാൻ്റെ ആദ്യത്തെ കൃതിയാണ് ഭഗവധം എന്ന് പറയുന്നത്. ഭഗവധം. കഥാപാത്രങ്ങൾ ഭീമൻ, ഘടോൽക്കജൻ. ഭീമനും ഘടോൽക്കജനുമാണ് കോട്ടയം തമ്പുരാൻ്റെ ഭഗവധം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങൾ. അങ്ങനെ കണക്ട് ചെയ്യാം. ഭഗവധം, ഭീമൻ അല്ലേ, ഭഗം ഭീമൻ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഭഗവതം ഭീമൻ, ഭീമൻ്റെ പുത്രനാണ് ആര്, ഘടോൽക്കജൻ, അങ്ങനെ കണക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതിൽ
ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ടാമത്തെ കൃതിയാണ് കല്യാണ സൗഗന്ധികം. ഓക്കെ, കല്യാണ സൗഗന്ധികം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, നമ്മുടെ ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം അല്ലേ. അതാരാണ് എഴുതിയിട്ടുള്ളത്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ് ആ കൃതി എഴുതിയിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ പേരിൽ തന്നെ എന്തുണ്ട്, വ്യത്യസ്ത വിഭാഗത്തിൽ കൃതികളുണ്ട്. ഓക്കെ, അപ്പോൾ കല്യാണ സൗഗന്ധികം എന്ന പേരിൽ അട്ടക്കഥയുണ്ട്, അതുപോലെ തന്നെ തുള്ളലുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നിരവധി കൃതികൾ നമുക്ക് ആട്ടക്കഥയിലും തുള്ളലിലും ഒരേപോലെ വരുന്ന കൃതികളുണ്ട്. നോക്കൂ, കഴിഞ്ഞ എക്സാമിനൊക്കെ നമുക്ക് ഒരേ പേരുള്ള കഥയും കവിതയും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ നോവലും കവിതയും അങ്ങനെയുള്ള ഗണങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരേ പേരിൽ ഇറങ്ങിയിട്ടുള്ള വ്യത്യസ്ത എഴുത്തുകാരുടെ കൃതികൾ. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞിട്ടുള്ള ആട്ടക്കഥയാണ്. അത് എഴുതിയിട്ടുള്ളത് ആരാണ്? കോട്ടയം തമ്പുരാനാണ്. കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞിട്ടുള്ള തുള്ളൽ എഴുതിയിട്ടുള്ളത് ആരാണ്? അത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കല്യാണ സൗഗന്ധികത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഭീമനും ഹനുമാനും. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ കഥാപാത്രവും ആര് തന്നെയായിരുന്നു? ഭീമനായിരുന്നു. ഭീമൻ്റെ കൂടെയുള്ളത് ഭീമൻ്റെ പുത്രൻ അല്ലേ. കല്യാണ സൗഗന്ധികത്തിൽ ആരാണുള്ളത്? ഭീമനും ഹനുമാനുമാണ് ഉള്ളത്. നിങ്ങൾക്കറിയായിരിക്കും, ഈ ഭീമന് ഇവർ പഞ്ചപാണ്ഡവർ എല്ലാവരും കൂടി എങ്ങോട്ട് പോകുന്നുണ്ട്? കാട്ടിലേക്ക് വനവാസത്തിനായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാഞ്ചാലിക്ക് കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞിട്ടുള്ള പൂവ് എടുക്കാൻ വേണ്ടിയിട്ട് ആരെ പോവുകയാണ്? ഭീമൻ പോവുകയാണ്. ആ സമയത്ത് വഴിമധ്യേ നിൽക്കുകയാണ് ആര്? ഹനുമാൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം ഹനുമാൻ. അപ്പോൾ ഹനുമാനെ മറികടന്നുകൊണ്ട് വേണം ആർക്ക് പോവാൻ? ഭീമന് പോകാൻ. പക്ഷേ ഹനുമാനെ മറികടന്നു പോകാൻ ആർക്ക് കഴിയുന്നില്ല? ഭീമന് കഴിയുന്നില്ല. മാല് വരെ പൊക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിയുന്നില്ല? അപ്പോൾ ഭീമന് കഴിയുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഭീമന് ഇയാൾ അല്ലെങ്കിൽ ഈ കഥാപാത്രം എന്താണ്, ഒരു അദൃശ്യ ശക്തിയുള്ള അല്ലെങ്കിൽ മാനുഷിക ശക്തിയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി എന്ന ആ ഒരു തരത്തിലുള്ള കഥയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ PGക്കും അതുപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ കല്യാണ സൗഗന്ധികത്തിലെ ഒരു പദമാണ് പാഞ്ചാലരാജതനയെ പങ്കജക്ഷണേ പഞ്ചസായക നിലയെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദമാണ് ഇത്. നമ്മളെ HSA കഴിഞ്ഞ ഈ ഒരു HSAക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ നമ്മുടെ സെറ്റിന് പ്രീവിയസ് ആയിട്ട് ഒരു തവണ എങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പാഞ്ചാലരാജതനയെ പങ്കജക്ഷണേ പഞ്ചസായക നിലയെ. ഇനി മൂന്നാമതൊരു കൃതി കിർമീരവധം. അതിലെ കഥാപാത്രങ്ങൾ ഭീമൻ, കിർമീരൻ, സിംഹിക. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ 3 കൃതികളിലും ഭീമൻ കഥാപാത്രമായി വരുന്നുണ്ട്. ഓക്കെ, ഭീമൻ, കിർമീരൻ, സിംഹിക. ബാലേ കേൾ നീ മാമകവാണി കലേ കല്യാണി. അതുപോലെ തന്നെ കണ്ടാൽ അതിമോദമുണ്ടായി വരും വിപിനമിതു കണ്ടയോ നീ. ഇത് രണ്ടും കിർമീരവധത്തിലെ പദങ്ങളാണ്. ഓക്കെ, കഥാപാത്രങ്ങൾ ഭീമൻ, കിർമീരൻ, സിംഹിക. ബാലേ കേൾ നീ മാമകവാണി കലേ കല്യാണി. കണ്ടാൽ അതിമോദമുണ്ടായി വരും വിപിനമിതു കണ്ടയോ നീ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു കൃതിയിലെ പദങ്ങളെന്ന് പറയുന്നത്. ഇനി അവസാനത്തെ കൃതിയാണ് നിവാദ കവച കാലകേയ വധം. ഇത് നമുക്ക് എക്സാമിന് കാലകേയ വധം എന്ന പേരിലും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ ഓർക്കുക. നിവാദ കവച കാലകേയ വധം അല്ലെങ്കിൽ കാലകേയ വധം എന്ന് പറഞ്ഞാലും ആരുടെ കൃതി തന്നെയാണ്? കോട്ടയം തമ്പുരാൻ്റെ കൃതി തന്നെയാണ് എന്നോർക്കുക. ഇതിലെ കഥാപാത്രങ്ങൾ അർജുനനും ഉർവശിയും. ഇനി ഈ പറയുന്ന ഈ ഒരു പദമാണ് നമ്മുടെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പദമാണ് ഇവിടെ പറയുന്നത്. സുലളിത പദവിന്യാസ രുചിലാരങ്കാല ശാലിനി മധുരം മൃദുലോപി ഗഹനഭാവസുക്തിരി വാവാബ ഉർവശി വിജയം. ഓക്കെ, അപ്പോൾ ഈ ഒരു പദം നമ്മുടെ എക്സാമിന് പല എക്സാമിനായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആട്ടക്കഥ പഠിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് ഉണ്ണായി വാര്യർ അല്ലേ. ഒരൊറ്റ ആട്ടക്കഥ എഴുതിയിട്ട് ലോകപ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ആളാണ് ഉണ്ണായി വാര്യർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നളചരിതം. അപ്പോൾ നളചരിതത്തിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ AR നമ്മുടെ നളചരിതത്തിന് എഴുതിയിട്ടുള്ള അവതാരികയാണിത് കാന്താരതാരകം എന്ന് പറയുന്നത്. MS ശാസ്ത്രികളുടെ നളചരിത വ്യാഖ്യാനമാണ് രസിക കൗതുകം. ഇളംകുളത്തിൻ്റെത് നളചരിത വ്യാഖ്യാനം. പന്മന രാമചന്ദ്രൻ നായർ കൈരളി വ്യാഖ്യാനം. R നാരായണ പണിക്കർ സഹൃദയരഞ്ജിനി. ദേശമംഗലത്ത് വാര്യർ ദീപിക. അപ്പോൾ ഓരോ കൃതിയും ആരുടെയാണ് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. AR കാന്താരതാരകം നമുക്ക് അറിയുന്നത് അതായിരിക്കും.
MS ശാസ്ത്രി രസിക കൗതുകം ഇളംകുളം നളചരിത വ്യാഖ്യാനം, പന്മന രാമചന്ദ്രൻ നായർ കൈരളി വ്യാഖ്യാനം, R നാരായണ പണിക്കർ സഹൃദയരഞ്ജിനി, ദേശമംഗലത്ത് വാര്യർ ദീപിക. ഓക്കെ, ഇനി നമ്മൾ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് വിഭക്തി. അപ്പോൾ നമുക്ക് 7 വിഭക്തികളാണുള്ളത്. അപ്പോൾ വിഭക്തിയുടെ പേരും അതിൻ്റെ പ്രത്യയങ്ങളും നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അതിന് ഏറ്റവും എളുപ്പം നമ്മുടെ AR തന്നിട്ടുള്ള ഈ ഒരു പാട്ട്, ഇതൊരു പാട്ട് രൂപത്തിലാണ്. ആ പാട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അല്ലാതെ നമ്മൾ ഓരോ വിഭക്തി അതിൻ്റെ പ്രത്യയം ഇതാണ്, അതിൻ്റെ പ്രത്യയം ഇതാണ് എന്ന് നമുക്ക് പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് മാറിപ്പോവും. ഓക്കെ, അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ ഒരു പാട്ട്, നമ്മൾ എത്രയോ പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ട് പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു പാട്ടും കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് അത് എക്സാമിനൊരു ഉപകാരമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ പാട്ട് എന്ന് പറയുന്നത് പാട്ടല്ല, ഇത് കാരികയാണ്. ഓക്കെ, കാരിക എന്നാണ് AR ഇതിനെ പറയുന്നത്. നമുക്ക് നോക്കാം. തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക ക് ആൽ പ്രയോജികയാം ഹേതു ഉടേ സംബന്ധിക സ്വത ആധാരാധികരണം ഇൽ കൽ പ്രത്യയമായവ. റെഡിൽ കൊടുത്തിരിക്കുന്നതാണ് വിഭക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, നിർദ്ദേശിക വിഭക്തിക്ക് എന്തില്ല? പ്രത്യയമില്ല. തന്മ നിർദ്ദേശിക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് തരുന്ന ഒരു നാമം, അത് തന്നെയാണ് എന്ത് നിർദ്ദേശിക എന്ന് പറയുന്നത്. ഇപ്പോൾ രാമൻ എന്ന് പറയുന്നത് അത് നിർദ്ദേശിക വിഭക്തിക്ക് ഉദാഹരണമാണ്. ഇനി പ്രതിഗ്രാഹിക കർമ്മമേ എന്നുള്ളത് കർമ്മം എ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ പ്രതിഗ്രാഹികയുടെ പ്രത്യയമാണ് എ എന്നുള്ളത്. നമ്മൾ രാമനെ എന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? പ്രതിഗ്രാഹികയുടെ കാരകമാണ് കർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓട് സംയോജിക സാക്ഷി, സംയോജികയുടെ പ്രത്യയമാണ് ഓട് എന്ന് പറയുന്നത്, രാമനോട്. ഓക്കെ, സാക്ഷി എന്ന് പറയുന്നത് അതിൻ്റെ കാരകം. ഇനി സ്വാമി ഉദ്ദേശിക ക് അപ്പോൾ ഉദ്ദേശികയുടെ പ്രത്യയമാണ് ക് എന്ന് പറയുന്നത് അല്ലേ. രാമന് നമ്മൾ രാമൻ അധികം ക്ക്, രാമൻ ക്ക് എന്ന് നമ്മൾ പറയില്ലല്ലോ, രാമന് എന്ന് പറയും. ഒന്നുകിൽ ക്ക് അല്ലെങ്കിൽ എന്ന് നമുക്ക് ഉപയോഗിക്കാം, രാമന് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രത്യയമായിട്ട് വരുന്നത് സ്വാമി എന്നുള്ളതാണ്. ഇതിൻ്റെ കാരകമായിട്ട് വരുന്നത് സ്വാമിയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പ്രയോജികയാണ്. പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ആൽ ആണ്. രാമനാൽ എന്ന് നമ്മൾ പറയില്ലേ, രാമനാൽ, സീതയാൽ എന്നൊക്കെ പറയില്ലേ, ആ ആൽ. ഇതിൻ്റെ കാരകം എന്ന് പറയുന്നത് ഹേതുവാണ്, ഹേതു. ഇനി സംബന്ധിക വിഭക്തിയുടെ പ്രത്യയം ഉടയാണ്. സംബന്ധിക വിഭക്തിയുടെ പ്രത്യയം എന്താണ്? ഉടയാണ്. അതിനെന്തില്ല? കാരകമില്ല. ഓക്കെ, കാരകമില്ലാത്ത വിഭക്തിയാണ് അപ്പം എന്ത് സംബന്ധിക എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞത് പ്രത്യയമില്ലാത്ത വിഭക്തി നിർദ്ദേശിക, കാരകമില്ലാത്ത വിഭക്തി സംബന്ധിക. ഓക്കെ, അടുത്തത് ആധാരികയുടെ കാരകമാണ് അധികരണം. പ്രത്യയം ഇൽ കൽ, പഠിക്കൽ, ബാതിൽക്കൽ, മെത്തയിൽ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് വിഭക്തി. ഇനി നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സന്ധി? വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവികാരമാണ് സന്ധി. വികാരം പറഞ്ഞാൽ ഇവിടെ എന്താണ്? മാറ്റം. അപ്പോൾ വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ 4 തരം സന്ധികളാണുള്ളത്. ആഗമസന്ധി, ലോപസന്ധി, ലോപം എന്ന് നിങ്ങൾ കൂട്ടിച്ചേർക്കുക കേട്ടോ, അതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. ഓക്കെ, അപ്പോൾ ഈ 4 സന്ധികളാണുള്ളത്. 4 സന്ധികളൊന്നും നോക്കാം. അപ്പോൾ ആഗമസന്ധി എന്ന് പറഞ്ഞാൽ പുതിയൊരു വർണ്ണം ആഗമിക്കുന്നു. ആഗമം എന്ന് പറഞ്ഞാൽ വരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ പുതിയ വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആഗമസന്ധി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും യ, വ്, ക, ന് തുടങ്ങിയവയൊക്കെയാണ് വരിക. ഓക്കെ, ഉദാഹരണം പറയുന്നുണ്ട്. തിരു അധികം ഓണം, തിരുവോണം. കൂട്ടിച്ചേർക്കുമ്പോൾ വാ എന്ന് വരുന്നു. വാഴ അധികം ഇല, വാഴയില. ഓക്കെ, അപ്പോൾ ഇതാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. പുതിയ പദം അല്ലെങ്കിൽ പുതിയൊരു വർണ്ണം വരുന്നു. കരിങ്കുരങ്ങ് അറിയില്ല, കരിങ്കുരങ്ങ്, പൂഞ്ചോല, കരിങ്കല്ല് എന്നൊക്കെ പറയുന്നത് എന്തൊരു ഉദാഹരണമാണ്? ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഈ ആഗമസന്ധി എന്താണ്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. വളരെ ഇലാബറേറ്റ് ആയിട്ട് നമുക്കത് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ.
അടുത്തത് ലോപസന്ധി. ലോപം എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുക എന്നുള്ളതാണ് അർത്ഥം. ഒരു വർണ്ണം ഇല്ലാതാകുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സമൃദ്ധോകാരം, ഉകാരം, അതുപോലെ തന്നെ അകാരം, ഇകാരം ഇതൊക്കെ എന്ത് ചെയ്യും? ലോപിക്കും. ഇതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇവിടെ 1-2 ഉദാഹരണം പറയുന്നു. കണ്ടു അധികം ഇല്ല, കണ്ടില്ല. അപ്പോൾ കണ്ടു എന്നുള്ളതിൽ ഉ എന്നുള്ള ശബ്ദം പോയിട്ട് എന്താവുന്നു? ഈ ആവുന്നു. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി വന്ന് അധികം ഇരുന്നു, വന്നിരുന്നു. അപ്പോൾ വന്ന് എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം പോയിട്ട് എന്താവുന്നു? ഈ എന്നായി മാറുന്നു. വെള്ള അധികം ഇല, വെള്ളിയില. അപ്പോൾ അവിടെ ആ എന്നുള്ള ശബ്ദമാണ്, വെള്ളയിലെ ആ എന്നുള്ള ശബ്ദമാണ് എന്തായിട്ടുള്ളത്? ലോപിച്ചു പോയിട്ടുള്ളത്. അടുത്തത് ദ്യുക്തസന്ധി. ദ്യുക്തം പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദ്യുക്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ താമര അധികം കുളം, താമരക്കുളം. അതിൽ ക എന്നുള്ളത് എന്താകുന്നു? ഇരട്ടിക്കുന്നു. മഴ അധികം ചിത്രം, മഴച്ചിത്രം. ഓക്കെ, ഇതാണ് ദ്വിത്വസന്ധി. നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ദ്വിത്വസന്ധി. പക്ഷേ ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എക്സെപ്ഷൻസ് നമുക്ക് പൂർവ്വപദം വിശേഷവും വിശേഷണവുമായി വരുമ്പോൾ, അതുപോലെ തന്നെ കേവല ധാതുവായി വരുമ്പോൾ നോക്കൂ നിങ്ങൾ, എരി അധികം തീ, എരി തീ, കട അധികം കോൽ, കടകോൽ എന്നൊക്കെ പറയുമ്പോൾ അതിലെന്ത് ചെയ്യുന്നില്ല? ഇരട്ടിപ്പ് സംഭവിക്കുന്നില്ല. പക്ഷേ അതെന്ത് തന്നെയാണ്? ദ്വിത്വസന്ധി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് നിങ്ങൾ നോക്കി പഠിക്കണം. നമുക്ക് സന്ധി എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് ഈ സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നതിനനുസരിച്ച് നിങ്ങളെന്ത് ചെയ്യാം? നിങ്ങൾ ഈ സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ആദേശസന്ധിയാണ്. അതുകൂടി ഒന്ന് നോക്കാം. അടുത്തത് ആദേശസന്ധി. നമുക്ക് ഏറ്റവും ഡൗട്ട് ഉണ്ടാകുന്നൊരു ഭാഗമാണ് ആദേശസന്ധി. ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഒരു വർണ്ണം പോയി മറ്റൊന്ന് വരിക. ഓക്കെ, കൺ അധികം തു, കണ്ടു എന്നാവുന്നു. അപ്പോൾ അവിടെ തു എന്നുള്ള അക്ഷരം പോയിട്ട് അല്ലേ കണ്ടു, ട എന്നുള്ള അക്ഷരം വരുന്നു. ഇനിയോ നെൽ അധികം മണി, നെന്മണി. വിൺ അധികം തലം, വിണ്ടലം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് സന്ധി എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്, നമുക്ക് സമയപരിധിയുണ്ട്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കൂ എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ലോങ്കിനസ്, ഹോറസ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ പേര് പഠിക്കാനുണ്ട്. അവരുടെ സംഭാവനകൾ പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ മാത്രമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഗുരുവിൻ്റെ ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് വിമർശന രംഗത്ത് സ്ഥാനമുറപ്പിച്ച പ്ലേറ്റോയുടെ ശിഷ്യനാണ് ആര്? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പം പ്ലേറ്റോയുടെ ഗുരു ആരാണ്? സോക്രട്ടീസ്. സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ. പ്ലേറ്റോയുടെ ശിഷ്യനാണ് ആര്? അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഇനി പ്ലേറ്റോയുടെ ശിഷ്യനും അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവും ആണ് ആര്? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ആരുടെ ഗുരു കൂടിയാണ്? അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരു കൂടിയാണ്. പ്ലേറ്റോയുടെ അക്കാദമിയുടെ ബുദ്ധി കേന്ദ്രം. ഓക്കെ, പ്ലേറ്റോയുടെ അക്കാദമി നമ്മൾ പഠിക്കാനുള്ള അവർ സ്ഥാപിച്ചിട്ടുള്ള പ്ലേറ്റോ സ്ഥാപിച്ചിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അക്കാദമി എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലേക്ക് വരുമ്പോൾ അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് ലൈസിയം. ഓക്കെ, പരിക്രമണ വിദ്യാലയം എന്ന് മലയാളത്തിൽ പറയും. ഇനി കലയുടെ മാഹാത്മ്യം തന്നെ അനുകരണമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ലോകത്തിലെ ആദ്യ കാവ്യശാസ്ത്ര ഗ്രന്ഥമായി കരുതുന്ന ദ പോയറ്റിക്സ് രചിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഭാവഗീതത്തെ വിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ദുരന്ത നാടകത്തെ പരിഗണിച്ചു. അപ്പോൾ ദുരന്തമാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു കല അല്ലെങ്കിൽ കൃതികൾ എന്ത് തന്നെ ആയാലും ദുരന്തത്തിനാണ് ആര് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? അരിസ്റ്റോട്ടിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പിൽക്കാല വിമർശകർ ഏറെ ചർച്ച ചെയ്ത പദമാണ് അരിസ്റ്റോട്ടിലിൻ്റെ കഥാർസിസ് എന്ന് പറയുന്നത്. കഥാർസിസ് അല്ലെ വികാര വിരേചനം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതായത് നമ്മൾ ഒരു ദുരന്ത നാടകം കാണുകയാണ്. അപ്പം ദുരന്ത നാടകം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളില്ലേ, അപ്പോൾ ദുരന്തം എന്ന് പറയുമ്പോൾ നമുക്ക് അവസാനമായിട്ടുണ്ടാവുക എന്താണ്? സങ്കടമാണ്. അപ്പോൾ നമ്മളത് കരഞ്ഞ് തീർത്ത് അതാകുമ്പോഴാണ് നമ്മൾ എന്താവുക? നമ്മുടെ ഉള്ളിലൊരു പുതിയൊരു വെളിച്ചം ഉണ്ടാവുക, നന്മ നമ്മളിൽ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ആരുടേത്? അരിസ്റ്റോട്ടിലിൻ്റേത്. ഓക്കെ, അപ്പം ലളിതം സങ്കീർണം എന്ന് ദുരന്ത നാടകത്തിൻ്റെ ഇതിവൃത്തത്തെ വിഭജിച്ചിട്ടുള്ളതും ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഇനി അദ്ദേഹം പറയുന്ന ഈ ട്രാജഡിക്ക് 6 ഘടകങ്ങൾ, ഓക്കെ 6 ഘടകങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ട്രാജഡി എന്ന് പറയുന്നത്, ദുരന്ത നാടകം എന്ന് പറയുന്നതിന് 6 ഘടകങ്ങളാണുള്ളത്. ഇതിവൃത്തം,
കഥാപാത്രങ്ങൾ, ചിന്ത, പദവിന്യാസം, സംഗീത ഭംഗി, ദൃശ്യവിന്യാസം ഇതൊക്കെയാണ് ട്രാജഡിയുടെ ഘടകങ്ങളായിട്ട് അദ്ദേഹം വിലയിരുത്തുന്നത്. ഓക്കെ, ഇതിവൃത്തം, കഥാപാത്രങ്ങൾ, ചിന്ത, പദവിന്യാസം, സംഗീത ഭംഗി, ദൃശ്യവിന്യാസം. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് വിമർശനം. സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ് വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആളുകളുടെ, വ്യക്തികളുടെ, ഇപ്പോൾ മുണ്ടശ്ശേരി, മാരാര്, പി.കെ. നാരായണപിള്ള, MP പോള്, അങ്ങനെ കുറച്ച് വ്യക്തികളുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ സംഭാവനകൾ, അവർ ഏതൊക്കെ കൃതികളെയാണ് വിമർശിച്ചിട്ടുള്ളത്, അങ്ങനെ വിമർശിച്ചിട്ട് അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ പേരുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കണം. ഓക്കെ, നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് പി.കെ. നാരായണപിള്ള, അതായത് സാഹിത്യ പഞ്ചാനനൻ പി.കെ. നാരായണപിള്ള. ഓക്കെ, വിശ്വസാഹിത്യത്തെ പറ്റി ആദ്യം സംസാരിച്ച നിരൂപകനാണ് സാഹിത്യ പഞ്ചാനനൻ പി.കെ. നാരായണപിള്ള എന്ന് പറയുന്നത്. തത്വസമർത്ഥനാത്മകമായ വിമർശനം, അതായത് ഡിഡക്റ്റീവ് ക്രിറ്റിസിസം, മലയാളത്തിൽ ആദ്യം പ്രയോഗിച്ചത് ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കൃഷ്ണഗാഥയുടെ നിരൂപണത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത്. ഏത് കാര്യം? തത്വസമർത്ഥനാത്മകമായ വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കൃതിയാണ് കൃഷ്ണഗാഥയുടെ നിരൂപണം. ദാന്തെ, മിൽട്ടൺ എന്നിവരോട് എഴുത്തച്ഛനെ താരതമ്യപ്പെടുത്തുന്ന 3 ഭാഷാ കവികൾ എന്ന പ്രബന്ധം എഴുതിയത്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ പ്രാചീന കവിത്രയങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്തിട്ടുള്ള ആളാണ് സാഹിത്യ പഞ്ചാനനൻ പി.കെ. നാരായണപിള്ള. കരുണയ്ക്ക് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനോട് ആധർമണ്യം പ്രഖ്യാപിച്ച നിരൂപകൻ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ വഞ്ചിപ്പാട്ടിൻ്റെ അതേ വൃത്തം തന്നെയാണ് എന്തിനുള്ളത്? കരുണയ്ക്കുമുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെയൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അടുത്തത് ജോസഫ് മുണ്ടശ്ശേരി. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മുണ്ടശ്ശേരി. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിമർശനമാണ് സന്ദേശം അതന്നേയുള്ളൂ. അത് മാനദണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിലാണ് അദ്ദേഹം പറയുന്നത്. മയൂര സന്ദേശത്തെ നിശിതമായി വിമർശിച്ച നിരൂപകനാണ് ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത്. രൂപഭദ്രതാവാദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത് കേട്ടോ. രൂപഭദ്രതാവാദം 1947 മാതൃഭൂമിയിലാണ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. തോട്ടിയുടെ മകൻ. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ രൂപഭദ്രതാവാദം ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പറയുന്നത് എന്ന് ചോദിച്ചാൽ തോട്ടിയുടെ മകനാണ്, തകഴിയുടെ തോട്ടിയുടെ മകൻ. കാളിദാസനോടോ കേരളവർമ്മയോടോ നീതി ചെയ്യാൻ മുണ്ടശ്ശേരിക്കായിട്ടില്ല എന്ന് മുണ്ടശ്ശേരിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? അഴീക്കോടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏത് രീതിയിലാണ് പഠനം. വിമർശനം എന്ന ഭാഗത്തു നിന്ന് വരേണ്ടതെന്ന് ഓരോ വിമർശകർ അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ, അവരേത് കൃതിയെക്കുറിച്ചാണ് വിമർശിച്ചിട്ടുള്ളത്, ഇനി ഈ എഴുത്തുകാരെക്കുറിച്ച് മറ്റാരെങ്കിലും വിമർശനങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രസ്താവനകൾ അതും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് അറിയാം, ഒത്തിരി പേര് ഒത്തിരി അഭിപ്രായങ്ങൾ പറയും അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ ഓർത്ത് വെക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. ഒത്തിരി അഭിപ്രായങ്ങൾ പറയുമ്പം ഇതാരാണ് പറഞ്ഞത് എന്നുള്ളതിന് നമുക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ പ്രസ്താവനകളിലും കീ നോട്ടായിട്ട് വരുന്ന ഒരു വേർഡ് ഉണ്ടാവുമല്ലോ, ആ വേർഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത് ഇന്ന ആളുമായി ബന്ധപ്പെട്ട് ഇന്ന ആൾ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രസ്താവനയും ആരാണ് പറഞ്ഞത് എന്നുള്ളത് ഓർമ്മിക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആത്മകഥകൾ നോക്കാം. MKK നായരുടെ ആരോടും പരിഭവമില്ലാതെ, ഫാദർ ജോസഫ് വടക്കൻ എൻ്റെ കുതിപ്പും കിതപ്പും, കല്യാണിക്കുട്ടിയമ്മ, പഥികയും വഴിയോരത്തെ മണിദീപങ്ങളും, അമർത്യാനന്ദ, അർദ്ധവിരാമം, അജിത, ഓർമ്മക്കുറിപ്പുകൾ. ഇനി അധ്യാപക മഹർഷി എന്ന് അറിയപ്പെട്ടിരുന്ന ഈശ്വരപിള്ളയുടെ ആത്മകഥയാണ് സ്മരണകൾ. പ്രത്യേകം ഓർക്കണം, സ്മരണ എന്ന് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ആത്മകഥകൾ ഉണ്ടായിട്ടുണ്ട്. സ്മരണമണ്ഡലം, ജീവിത സ്മരണകൾ, എൻ്റെ ജീവിത സ്മരണകൾ, അങ്ങനെ ഒരേ പേരിൽ തന്നെ നമുക്ക് സാമ്യമുള്ള ഒത്തിരി പേരിൽ നമുക്ക് ആത്മകഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഓരോരുത്തരും എഴുതിയിട്ടുള്ള ആത്മകഥകൾ ആരുടെ ആത്മകഥകളാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. KC മാമൻ പിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ. വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ അനുരണനങ്ങൾ കാണുന്ന ആത്മകഥയാണ് ജീവിത സ്മരണകൾ എന്ന് പറയുന്നത്. VT ഭട്ടതിരിപ്പാടിൻ്റേത് കണ്ണീരും കിനാവും. P കേശവദേവ് എതിർപ്പ്. മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ. G ശങ്കരക്കുറുപ്പ് ഓർമ്മകളുടെ ഓളങ്ങൾ. അതുപോലെ തന്നെ ഈ ഓർമ്മ വെച്ചിട്ട് നമുക്ക് ഒത്തിരി കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഓർമ്മയുടെ അറകൾ, ഓർമ്മയുടെ ഓളങ്ങൾ, ഓർമ്മയുടെ തീരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. തകഴിയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം. വെണ്ണിക്കുളത്തിൻ്റേത് ആത്മരേഖ. ഇനി നമുക്ക് കുറച്ച് പഠന ഗ്രന്ഥങ്ങൾ നോക്കാം. ആദ്യം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള കൃതികളാണ് പറയുന്നത്. നമ്പ്യാരും തുള്ളൽ സാഹിത്യവും, ഏവൂർ പരമേശ്വരൻ.
കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ കൃതികളും ഡോക്ടർ വി.എസ്. ശർമ്മ, കുഞ്ചൻ നമ്പ്യാർ, ഡോക്ടർ ടി. ഭാസ്കരൻ, കുലപതികൾ തായാട്ടു ശങ്കരൻ, നർമ്മസല്ലാപം ഡോക്ടർ എസ്.കെ. നായർ, കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും ഡോക്ടർ കെ.എൻ. ഗണേഷ്. ഓക്കെ, ഇതാണ് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുണ്ടായിട്ടുള്ള പഠന ഗ്രന്ഥങ്ങൾ. ഇനി നമുക്ക് കുറച്ച് നാടക പഠന ഗ്രന്ഥങ്ങൾ നോക്കാം. ഉയരുന്ന യവനിക സി.ജെ. തോമസ്, കർട്ടൻ എൻ. പിള്ള, എൻ്റെ കലാജീവിതം പി.ജെ. ചെറിയാൻ, നവീന നാടകാദർശം മേക്കൊല്ല പരമേശ്വരൻ, നാടകപ്രവേശിക എ.ഡി. ഹരിശർമ്മ, നാടകവേദി മടവൂർ ഭാസി, മലയാള നാടക സാഹിത്യ ചരിത്രം ജി. ശങ്കരപ്പിള്ള. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിവിഷനിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എക്സാമിന് മുന്നേ ആയിട്ട് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് കൂടി ഒന്ന് ത്വരിതപ്പെടുത്താനും അതുപോലെ തന്നെ കുറച്ചധികം പുതിയ വിവരങ്ങൾ ലഭിക്കാനും ഈ ഒരു വീഡിയോ സഹായകമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തവണത്തെ സെറ്റ് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ. ഇനി നിങ്ങളുടെ പഠനം എത്രമാത്രം ഫലപ്രദമാണ് എന്നറിയണമെങ്കിൽ നമ്മുടെ ടോസ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പ് കൂടി ഉണ്ട്. ക്വിസ് നമ്മൾ ഡെയിലി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡെയിലി നമ്മുടെ ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വിസുകളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.